മീൻ ബിരിയാണി കഴിക്കാനേ കൊതിയായടോ. പക്ഷേ വീട്ടിൽ വലിയ തലക്കെട്ടുള്ള വലിയ മീനൊന്നും ഇരിപ്പില്ല താനും. ആകെയുള്ളതേ കുറച്ച് കുഞ്ഞി ചൂര മാത്രം. എന്നാലേ അത് വെച്ച് നല്ലൊരു മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റ് ആടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കൂ, വീണ്ടും വീണ്ടും ഉണ്ടാക്കും. എന്നാലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എടോ, ഇത് ഉണ്ടാക്കാനേ ആദ്യം ഈ മീനൊക്കെ എടുത്തേ ഒന്ന് ക്ലീൻ ആക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് തേച്ച് കൊടുക്കാം. അതിനായി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ, അതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചാലിച്ച് മിക്സ് ആക്കിക്കോളൂ കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു 15 മിനിറ്റ് നേരം. അത് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളി അലിയും ചെറിയ ഇഞ്ചിയുടെ പീസ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടെ ചേർത്തിട്ടേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, അയ്യോ ഒരു കാര്യം മറന്നുപോയി, 2 വറ്റൽമുളകും കൂടെ ചേർക്കണം കേട്ടോ. അപ്പൊ 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 15 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൽ തന്നെ കേട്ടോ മീനൊന്ന് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് ഓയിൽ ഒന്ന് ആഡ് ചെയ്തിട്ടേ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ച്. ഈ മീൻ ബിരിയാണി കുക്കറിലും ഉണ്ടാക്കാം. അപ്പം വളരെ പെട്ടെന്ന് അങ്ങ് റെഡിയാവും. ഞാനിന്ന് കുക്കറിലൊന്നും ഉണ്ടാക്കിയില്ല, ഒരു പാനിലങ്ങ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. ഇങ്ങനെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കുവേ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ചോറിൻ്റെ കൂടെ കിടന്ന് ഇത് വേവുന്നുണ്ട്, അപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും. അപ്പൊ ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി ഇതാണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇപ്പൊ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യിലൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാ. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു സ്റ്റാറും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടേ ഒരു 3 കുഞ്ഞി സവാള കേട്ടോ ചേർക്കുന്നത്. സവാള വലുതാണെങ്കിൽ 2 എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ ചേർത്തിട്ടേ ഇതൊന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറുന്ന രീതിയിൽ ഒന്നും മിക്സ് ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതിയാവും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്നും പച്ചമണം ഒന്നും മാറാതെ ഡയറക്റ്റ് അങ്ങ് അരച്ചത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വയറ്റി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ തേങ്ങയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വയറ്റിയെടുക്കണം. ഇതിപ്പോ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി ചേർക്കുന്നുണ്ട്. അതൊന്ന് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്താലും മതിയാവും. ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലേ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. അതുകൊണ്ടാട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടേ നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടേ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം എരിവില്ലാത്ത മുളക് പൊടി, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. അതുകൂടെ ചേർത്തിട്ടേ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. അപ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരി കഴുകി കുതിർത്ത് വെച്ച് അതൊന്ന് അരിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നതേ ജീരകശാല അരിയാട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ ഈ മസാലയുടെ കൂടെ ചേർത്ത് ഈ അരി ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറുതായിട്ട് ഈ അരി ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പം വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഈ അരി ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മീൻ ഫ്രൈ ആക്കി വെച്ചേക്കാൻ നമ്മുടെ മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കൂടെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാല് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ടാട്ടോ ചേർക്കുന്നത്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലല്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് വെള്ളമാണെങ്കിലും തേങ്ങാപ്പാലാണെങ്കിലും ചേർക്കുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിലാട്ടോ ചേർക്കേണ്ടത്.
ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർക്കേണ്ടി വരും. ഇതിപ്പം ജീരകശാലയുടെ കണക്കാണ് പറയുന്നത്. അപ്പം ഇതുപോലെ എന്നിട്ടൊന്ന് മിക്സ് ആക്കി തേങ്ങാപ്പാൽ എടുക്കാം. ചേർക്കാൻ മടിയാണെങ്കിൽ ഈ തേങ്ങാപ്പാൽ എടുക്കാൻ പൊതുവേ ഒരു മടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർത്താലും മതിയാവും. ഇനി തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിലോട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടേ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ടേ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോഴേക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാവും. അതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരു കുഴഞ്ഞ പരുവമായിരിക്കും കേട്ടോ. പക്ഷെ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഓക്കെ ആവും. അപ്പോഴേക്കും നല്ല റൈസ് എല്ലാം നല്ല വിട്ട് കിടക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് തണുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട്. റൈസ് ഒക്കെ നന്നായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.